ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നു. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂട്ടുകൾക്ക് വേണ്ടിയുള്ള സംഭവമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിയിലേക്ക് നമ്മൾ മാഗിയുടെ മസാല ഹാഫ് ഇതിലേക്ക് ചേർത്തു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളൊരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ മിക്സ് നല്ലോണം ലൂസായിരിക്കണം. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ നൂഡിൽസ് ഇവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോ വേവിച്ചത് നമ്മൾ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൈകൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. ഇനി അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മാഗിയുടെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്കിനൊരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയും ഓരോ ടേബിൾ സ്പൂൺ സൈസിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവ് കറക്റ്റ് ആയിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മൈദയുടെ മിക്സിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നൂഡിൽസൊക്കെ ഇതിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കാനാണ് നമ്മൾ ആ മാവിലേക്ക് മുക്കി കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഇതിൽ പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നൂഡിൽസിൻ്റെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നൂഡിൽസ് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. എങ്കിലാണ് ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. ഇനിയും നൂഡിൽസ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകാത്ത രീതിക്ക് വേണം നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. ഇനി ഒരെണ്ണം കൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ സൈസിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒത്തിരി തിക്കായി പോയി കഴിഞ്ഞാൽ ഇത് ഉൾഭാഗം വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി തിക്കാവാണ്ട് നോക്കുക. ഇങ്ങനെ നമുക്ക് ഫുള്ള് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ നൂഡിൽസ് വെച്ചിട്ട് സാധാരണ മാഗി നൂഡിൽസ് നമ്മൾ വൈകുന്നേരത്തേക്ക് തയ്യാറാക്കുന്നതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു രീതിക്ക് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു വിഭവമാണ്. ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഈവനിങ് സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവ് ഫുള്ള് ഇങ്ങനെ റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു കട്ടിയൊക്കെ വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനിയും ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് തിരിച്ചും മറിച്ചും കൊടുത്തെടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അത് വെക്കാനായിട്ട്. പിന്നെ പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിത് ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. അതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കും. പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് നോക്കണം. എല്ലാ സൈഡും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് വൈറ്റ് കളറായിട്ടിരിക്കും. അപ്പോൾ ഓരോ സൈഡ് മാറ്റി മാറ്റി എല്ലാ സൈഡും ഈ ഒരു രീതിക്ക് നല്ലൊരു ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ ഒത്തിരി കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇത് കുക്കായി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, ഈ ഒരു കളറ് ചേഞ്ച് ആവാനായിട്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് പൊട്ടറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.